ചേട്ടാ, തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തൽ സംഭവം ഏറെ വിവാദമായിരുന്നു. ഇപ്പോൾ VS സുനിൽകുമാർ മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് RSSനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കും ഇതിൽ പങ്കുണ്ട്. ആ പങ്കുണ്ടെന്ന മൊഴിയാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. ഇതും കേന്ദ്ര സഹമന്ത്രി, അതായത് സുരേഷ് ഗോപിനെ വലയ്ക്കുന്ന രീതിക്കാണോ ഇതിന്റെ നീക്കം? എന്ത് വലയ്ക്കാനാണ്? ഒരു വലിക്കുന്ന സംഭവമില്ല. കാരണം ഇത് കുറച്ച് നാളുകളായി തന്നെ CPM-ഉം അതോടൊപ്പം തന്നെ അവരുടെ ഒപ്പമുള്ളവരും ഈ സുരേഷ് ഗോപിയെ വേട്ടയാടുന്ന ഒരു നിലപാടുമായി മുന്നോട്ട് പോകുന്നത്. കാരണം സുരേഷ് ഗോപി ആദ്യമായി മത്സരിക്കാൻ വരുന്ന 2019-ലാണ്. ആദ്യമായി അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. അന്ന് 2 ആഴ്ചയായിരുന്നു അദ്ദേഹം അവിടെ പ്രചരണം നടത്തിയത്. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ അന്ന് ദയനീയമായി തന്നെ സുരേഷ് ഗോപി പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം അദ്ദേഹത്തിന് അവിടെ പ്രവർത്തിക്കാൻ സമയം കിട്ടിയില്ല. അതോടൊപ്പം തന്നെ കേരളത്തിൽ പൊതുവെ ചലച്ചിത്ര താരങ്ങളെ വിജയിപ്പിക്കുന്ന ഒരു സാഹചര്യമില്ല. പിന്നീട് വിജയിച്ചിട്ടില്ലേന്ന് ചോദിച്ചാൽ വിജയിച്ചിട്ടുണ്ട്. ഇന്നസെന്റ് വിജയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുകേഷെല്ലാം വിജയിക്കുകയാണെങ്കിലും വലിയ രീതിയിൽ പരാജയപ്പെട്ടവരുടെ എണ്ണമാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. നാം തമിഴ്നാട്ടിലും അതോടൊപ്പം തന്നെ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും കർണാടകയിലെല്ലാം കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കൾ, സിനിമാ താരങ്ങൾ പിന്നീട് രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നു, മുഖ്യമന്ത്രിയാകുന്നു, അതോടൊപ്പം തന്നെ സ്വന്തം പാർട്ടി രൂപീകരിച്ച് MLA ആകുന്നു, മന്ത്രിയാകുന്നു, പിന്നീട് മറ്റു പാർട്ടികളിലേക്ക് ഇറങ്ങുന്നു, ജനങ്ങൾ അംഗീകരിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് 2019 ഇദ്ദേഹം തെരഞ്ഞെടുപ്പിന് വരുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ച പരാജയമാണ് പ്രതീക്ഷിച്ചത്. അതിന് സമാനമായ രീതിയിൽ തന്നെ അന്ന് നടക്കുകയും ചെയ്തു. എന്നിട്ട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇദ്ദേഹം തൃശ്ശൂരിൽ മത്സരിക്കുന്ന സാഹചര്യമുണ്ടായി. അന്ന് അദ്ദേഹം 3-ാം സ്ഥാനത്തായിരുന്നു. MLA ആകാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് പരാജയപ്പെടുമ്പോൾ പിന്നീട് അത് തോറ്റ് പാടില്ലെന്ന് നാം പലയിടത്തും കേട്ടിട്ടില്ല. അതിന് സമാനമായ രീതിയിൽ തന്നെ അദ്ദേഹം അവിടെ നിരന്തരം നിന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ട്. 5 വർഷം 2019 മുതൽ 2024 വരെ അവിടെ നിന്ന് പ്രവർത്തിക്കുകയാണ്. ജനങ്ങളുമായി പല പരിപാടികളിലും പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ GS അങ്ങനെ എന്തോണം കോഫി വിത്ത് GS എന്ന് പറയുന്ന ഒരു പരിപാടി വെക്കുന്നു. അദ്ദേഹം ജനങ്ങളുമായി തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു, അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നു. അദ്ദേഹം ആ സമയം തന്നെ രാജ്യസഭയുടെ MP ആയിരുന്നു. ആ രാജ്യസഭയുടെ MP ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഫണ്ടുകൾ മുഴുവൻ ഈ തൃശ്ശൂരിന്റെ പാവങ്ങൾക്കും അതോടൊപ്പം തന്നെ തൃശ്ശൂരിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ജനങ്ങൾ കണ്ടു. ആ സമയത്താണ് വീണ്ടും ഒരു ഇലക്ഷൻ കാലം വരുന്നു. സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിന് മത്സരിക്കും. അതിനു മുമ്പ് തന്നെ വലിയ രീതിയിലുള്ള പല വിവാദങ്ങളും ഉണ്ടായിരുന്നു. ഇദ്ദേഹം നോക്കിയാൽ കുറ്റം, അടുത്തുകൂടെ പോയാൽ കുറ്റം, അങ്ങനെ രീതിയിൽ ഇദ്ദേഹത്തെ എങ്ങനെയെല്ലാം കുറ്റപ്പെടുത്താൻ കഴിയുമോ ആ രീതിയിലെല്ലാം കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ 2024 അദ്ദേഹം കുറ്റപ്പെടുത്തുമ്പോൾ നാം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇങ്ങനെ നാം പുറത്തു നിന്നാണല്ലോ അദ്ദേഹത്തെ കാണുന്നത്. പക്ഷെ തൃശ്ശൂർ ജനങ്ങളോടൊപ്പമായിരുന്നു സുരേഷ് ഗോപി. ആ ജനങ്ങൾക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു, അവർ തിരഞ്ഞെടുത്തു. അപ്പോൾ അവർ അംഗീകരിക്കേണ്ടതാണ്. ഇപ്പോൾ എന്തു പറഞ്ഞാലും ശശി തരൂരിനെ വലിയ രീതിയിൽ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. പക്ഷെ ശശി തരൂർ വിജയിക്കുന്നു, അദ്ദേഹത്തെ നാം അംഗീകരിക്കണം. പിന്നീട് ഇപ്പൊ പിണറായി വിജയനെ വിമർശിക്കുന്നവരുണ്ട്. എന്തായാലും പിണറായിയുടെ നാട്ടിൽ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോഴല്ലേ അദ്ദേഹം ജയിക്കുന്നത്. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ജനങ്ങളുണ്ട്, അവർ കൃത്യമായി ജനങ്ങൾ വോട്ട് ചെയ്യുന്നു, വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെ തൃശ്ശൂരിലെ 75,000-ൽ പരം വോട്ടിന് ഇദ്ദേഹം വിജയിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ അംഗീകരിക്കണം. അല്ലാതെ അദ്ദേഹത്തിന് പുറകെ നടന്നിങ്ങനെ വേട്ടയാടേണ്ട ഒരു കാര്യവുമില്ല. അതാണ് ഇപ്പോൾ CPM-ഉം അതോടൊപ്പം തന്നെ സർക്കാരും ചില മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും ബലിക്കില്ല. കാരണം ബലിക്കണമായിരുന്നെങ്കിൽ 2024 ഇത്രയും ഭൂരിപക്ഷം വരാൻ പാടില്ലല്ലോ. ഇതിനേക്കാൾ പണ്ട് സുനിൽകുമാറാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ മൊഴി കൊടുത്തിരിക്കുന്നത്. ഇദ്ദേഹമായിരുന്നു പൂരം കലക്കിയതെന്നും ഇദ്ദേഹം അന്ന് ആംബുലൻസിൽ അവിടെ എത്തി, അതുകൊണ്ടാണ് പൂരം കലങ്ങിയതെന്നും ഉൾപ്പെടെയുള്ള വലിയ മൊഴിയാണ് നൽകിയിരിക്കുന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്, ഈ പൂരം കലക്കിയതെല്ലാം തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സമയമാണല്ലോ. അപ്പോൾ ഇദ്ദേഹവും എല്ലാം പറഞ്ഞത് ഞാൻ തൃശ്ശൂർക്കാരനാണ്, ഇവിടെ ഒരു പൂരവും കലങ്ങിയിട്ടില്ല രീതിയിലുള്ള തൃശ്ശൂർ അങ്ങനെ. കാരണം അന്ന് പിന്നെ BJP-യുമായി ബന്ധപ്പെട്ടിരുന്നവർ പറഞ്ഞു പൂരം കലക്കിയതായി എന്ന് പറഞ്ഞു. സർക്കാരിന്റെ ഇടപെടൽ കൊണ്ട്, പോലീസിന്റെ അമിത അധികാരം കൊണ്ട് അന്ന് പൂരം കലങ്ങിയതായി പറയുമ്പോൾ ഇദ്ദേഹം അന്ന് പോലീസിനെയും അതോടൊപ്പം തന്നെ സർക്കാരിനെയും ന്യായീകരിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹം അന്ന് രാഷ്ട്രീയപരമായാണ് ഇതെല്ലാം പറയുന്നത്. സുരേഷ് ഗോപിക്ക് ഇതിന്റെ പേരിൽ ഒരു വോട്ട് പോലും കിട്ടില്ല, താനാണ് ഇവിടത്തെ, കാരണം അദ്ദേഹമായിരുന്നു അവിടുത്തെ ലോക്കൽ ബോയ്. കാരണം ബാക്കിയുള്ള 2 പേരും തൃശ്ശൂരിന് പുറത്തുള്ളവരാണ്. ഇപ്പൊ മുരളീധരനായാലും
സുരേഷ് ഗോപിയല്ല. അവിടുത്തെ ആ മണ്ഡലത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ് സുനിൽ കുമാർ. പണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് CPM-ന്റെ നേതാക്കളെല്ലാം പ്രചരിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. ചില ട്രോൾസ് അല്ല, ചില റീൽസ് എല്ലാം ഉണ്ട്. ഈ സുനിൽ കുമാർ അവിടെ ഇറങ്ങിയാൽ എല്ലാവരും അറിയുമെന്ന രീതിയിലുള്ള, ശക്തന്റെ മണ്ണിൽ സുനിൽ കുമാർ വന്നാൽ അറിയുമെന്ന രീതിയിൽ അദ്ദേഹം വലിയ പ്രൊമോഷനാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. അങ്ങനെ ഒരാൾ ദയനീയമായി പരാജയപ്പെടുമ്പോൾ അദ്ദേഹത്തിനും അത് കാണും. കാരണം അദ്ദേഹത്തിന്റെ വിചാരം, നമുക്ക് സ്വയം തന്നെ വിചാരമാണ് ഞാനെല്ലാം വലിയ ജനകീയനാണെന്ന ചിന്ത ഇദ്ദേഹത്തിന് തന്നെയുണ്ട്. കാരണം ഇദ്ദേഹം തൃശ്ശൂരിൽ MLA ആയിരുന്നു, അതോടൊപ്പം തന്നെ കൃഷി മന്ത്രിയായിരുന്നു. CPM അറിയാമല്ലോ, CPI എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കേരളത്തിൽ തന്നെ ഒരു ചെറിയ പാർട്ടിയായി മാറിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒന്നാമത്തെ പാർട്ടി നാം നോക്കുകയാണെങ്കിൽ CPM ആണ്. പിന്നീട് നമുക്ക് കോൺഗ്രസും മുസ്ലിം ലീഗും BJPക്ക് കിട്ടുന്ന വോട്ട് പോലും ഇവിടെ ഇല്ല, അവർക്ക് ലഭിക്കുന്നില്ല. ഇവർ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പോലും ആ രീതിയിലേക്ക് ചുരുങ്ങി പോയിട്ടുണ്ട്. പണ്ട് അത് ചരിത്രപരമായ വിഷയമാണ്. CPIയും CPI പിളർന്നു വലിയൊരു വിഭാഗം CPM ആയി മാറിപ്പോകുന്നു. അതിന്റെ മറ്റു വിഷയങ്ങളെല്ലാം ഉണ്ട്. എന്നാലും പിന്നീട് അവർക്ക് വളരാൻ ഈ മണ്ണിൽ കഴിഞ്ഞിട്ടില്ല. ആ രീതിയിൽ അവർക്ക് ആകെ 4 മണ്ഡലങ്ങളാണ് ഇവർ മത്സരിക്കുന്നത്. ഒന്ന് തിരുവനന്തപുരത്ത് ഇനി CPIയുടെ ഒരു കാര്യം നടക്കാത്ത രീതിയിൽ വർഷങ്ങളായി തന്നെ 2014, 19, 24 ഇവിടെ BJP 2ാം സ്ഥാനത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കുക. പിന്നെ ഉള്ളൊരു മണ്ഡലം വയനാടിൽ ഇനി ഒന്നും പ്രതീക്ഷിക്കണ്ട. അത് നെഹ്റു കുടുംബം ഏറ്റെടുത്തിട്ടുണ്ട്. ആദ്യം രാഹുൽ ഗാന്ധി മത്സരിച്ചു, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചു. അങ്ങനെ ആ മണ്ഡലവും ഒരു പ്രതീക്ഷയുമില്ല. പിന്നീടുള്ളത് മാവേലിക്കരയാണ്. അവിടെ കൊടിക്കുന്നിൽ സുരേഷാണ് മത്സരിക്കുന്നത്. അദ്ദേഹം 9 തവണയായി തുടർച്ചയായി ജയിക്കുകയാണ്. അപ്പോൾ അവിടെ അദ്ദേഹം വലിയ രീതിയിൽ ജനകീയനായി മാറിയിട്ടുണ്ട്. അവിടെ കോൺഗ്രസ് ഓരോ വർഷവും തങ്ങളുടെ സംഘടനയുടെ ശക്തി വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ അവിടെയും പ്രതീക്ഷയില്ല. പിന്നെ ഏക പ്രതീക്ഷ ഉണ്ടായിരുന്ന മണ്ഡലമാണ് തൃശ്ശൂരാണെങ്കിൽ സുരേഷ് ഗോപി വന്നപ്പോൾ സുരേഷ് ഗോപി അവർ വലിയ രീതിയിൽ കാര്യമാക്കിയിട്ടില്ല. തന്റെ എതിരാളികളുടെ ശക്തി മനസ്സിലാക്കാൻ ഈ സുനിൽ കുമാറിന് കഴിഞ്ഞിട്ടില്ല. അതാണ് ഇതിന്റെ പരാജയത്തിനായിട്ടുള്ള കാരണം. അദ്ദേഹം ഇപ്പോൾ എന്തായാലും പരാജയപ്പെട്ടു. അതിന്റെ ഒരു വൈരാഗ്യം കൊണ്ടാണ് എന്തായാലും സുരേഷ് ഗോപിയെ വേട്ടയാടാനുള്ള ശ്രമങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം ഈ അനാവശ്യമായുള്ള വിവാദമാണ് പറയുന്നത്. ഇദ്ദേഹമല്ല എന്താണ് പറയുന്നത്, ഇദ്ദേഹത്തിന്റെ പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ സ്ഥലത്ത് തന്നെ 2 മന്ത്രിമാരുണ്ടായിരുന്നു തൃശ്ശൂരിൽ നിന്നുള്ള. ഇദ്ദേഹത്തിന്റെ പാർട്ടിയുടെ മന്ത്രിമാരെ തൃശ്ശൂർക്കാരനാണ്. അപ്പോൾ 2 മന്ത്രിമാരും പോലീസും എല്ലാമുള്ള തൃശ്ശൂർ പൂരം സർക്കാരിന്റെ കീഴിലാണല്ലോ നടക്കുന്നത്. ദേവസ്വം ബോർഡിന്റെയും സർക്കാരുമായെല്ലാം ബന്ധപ്പെട്ട് നടക്കുന്ന സ്ഥലത്ത് പൂരം കലങ്ങിയെങ്കിൽ, ഇപ്പോൾ സുരേഷ് ഗോപി കലക്കിയെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാണ്? സർക്കാരല്ലേ? അല്ലെങ്കിൽ ഇയാളും ഇയാളുടെ പാർട്ടിയും എല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാക്കളല്ലേ അതിന് ഉത്തരം പറയേണ്ടത്? പോലീസ് ഇരിക്കുന്നത് സുരേഷ് ഗോപി പറയുന്നത്, സുരേഷ് ഗോപി ആരാണ്? കേരളത്തിൽ ആഭ്യന്തരമന്ത്രിയാണോ അതോ മുഖ്യമന്ത്രിയാണോ? ഒരു പാർട്ടി ആകെ ഇപ്പോഴല്ലേ BJPക്ക് ആദ്യമായി ഒരു MPയെ ലഭിക്കുന്നത്. സർക്കാരിന്റെ വീഴ്ച മറച്ചു വെക്കാനായിരിക്കും അല്ലേ സുരേഷ് ഗോപിനെ നിരന്തരം ഇവർ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഇത് 2 കാര്യമാണ്. ഒന്ന്, സർക്കാരിന്റെ വീഴ്ച മറച്ചു വയ്ക്കുക. സുനിൽ കുമാർ ഇത് വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമാണ്. കാരണം ചരിത്രത്തിലേക്ക് നാം നോക്കുകയാണെങ്കിൽ ഇനി ഒരു 10-20 വർഷം കഴിഞ്ഞിട്ട് ആദ്യമായി കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നപ്പോൾ പരാജയപ്പെട്ട വ്യക്തിയുടെ പേര് സുനിൽ കുമാർ എന്ന് മാറിയിരിക്കുകയാണ്. കാരണം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല തൃശ്ശൂരിൽ BJP ഒരു അക്കൗണ്ട് തുറക്കും, അതും ഇത്രയും ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചത്. അത്രയും ഭൂരിപക്ഷത്തിൽ, അതെ, വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് അദ്ദേഹത്തിനും അപമാനമാണല്ലോ. ഇദ്ദേഹം പറയുന്ന താൻ വലിയ നേതാവാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ദയനീയമായി സുരേഷ് ഗോപി പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അതിന്റെ വൈരാഗ്യമാണ് ഇദ്ദേഹത്തെ സുരേഷ് ഗോപിക്കെതിരെ കേസുണ്ട്. അദ്ദേഹം ആംബുലൻസിൽ വന്നെന്ന് പറയുന്നു. അദ്ദേഹം ആംബുലൻസിലോ വിമാനത്തിലോ വരട്ടെ, ഇവർ കൃത്യമായി അവിടെ നടപടികളുമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ലല്ലോ. അല്ലെങ്കിൽ പോലീസ് ജാഗ്രത പുലർത്തണമായിരുന്നു. ആ ജാഗ്രതയില്ല, വീഴ്ച പറ്റി. അപ്പോഴും കുറ്റം സുരേഷ് ഗോപിക്കാണ്. സുരേഷ് ഗോപി എന്തായാലും തന്റെ പ്രവർത്തനവുമായാണ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം പല പദ്ധതികളുമായാണ് രംഗത്ത് വരുന്നത്. കാരണം മുൻപ് രാജ്യസഭയുടെ MP ആയിരുന്നപ്പോൾ പോലും വലിയ രീതിയിൽ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് വലിയ വികസനങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. കേന്ദ്രമന്ത്രിയാണ്, അതോടൊപ്പം അത്രത്തോളം ഫണ്ടുകൾ വരും. ആ രീതിയിൽ അദ്ദേഹം തൃശ്ശൂരിലെ ജനങ്ങളോടൊപ്പം തന്നെ നിൽക്കും. അപ്പോൾ ഈ 75,000 ഭൂരിപക്ഷം ചിലപ്പോൾ വർദ്ധിക്കാനാണ് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ സാധ്യതയുള്ളത്. അങ്ങനെ തൃശ്ശൂരിൽ അവർക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെ കേരളത്തിൽ ഇനി CPM-ന് വിജയപ്രതീക്ഷയുള്ള ഒരു മണ്ഡലവും ഇല്ലാത്ത അവസ്ഥയാണ് തൃശ്ശൂരിലെ ഈ സുരേഷ് ഗോപിയുടെ വളർച്ചയോടുകൂടി തന്നെ ഉണ്ടായിരിക്കുന്നത്.